ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. നമ്മളൊരു മൺഡേ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും കുട്ടികളെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സ്വർഗത്തിലെ ദൈവം ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കഴിച്ചു. ആദ്യമേ സ്വർഗത്തിലെ ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നാണ്. ഈ മൺഡേ ക്യാമ്പിൻ്റെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ അസോസിയേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന, അതുപോലെ പുതോട് ഇടവകുകാരിയായിരിക്കുന്ന റവറൽ ജെയ്സൺ ജോൺസൺ അച്ഛന് എത്രയും സ്നേഹത്തിൻ്റെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ മൺഡേ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളെ മഹാ ഇടവകയിലെ ചിൽഡ്രൻസ് ബോർഡ് സെക്രട്ടറി ആയിരിക്കുന്ന റവറൽ റോയ് പി തോമസ് അച്ഛനാണ്. അച്ഛനെ ദൈവനാമത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛൻ്റെ കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയും സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ ഇടുക്കി കൊച്ചിരിപ്പൻ സഭാ ശുശ്രൂഷനായിരിക്കുന്ന ജിമ്മി അച്ഛനാണ്. ജിമ്മി അച്ഛനെ ഈ ക്യാമ്പിലേക്ക് എത്രയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ സഭാ ശുശ്രൂഷമാര്, കൊച്ചമ്മമാര് എല്ലാവരും കുട്ടിത്തൊട്ടി സഭാ ശുശ്രൂഷനായിരിക്കുന്ന സ്റ്റെനോയ് സാറിനെയും കൊച്ചമ്മയും എത്രയും സ്നേഹത്തോടെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ മൺഡേ പ്രോഗ്രാം തീരുമാനിച്ചപ്പോഴേ നമ്മൾ ജഡ്ജായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന് നേതൃത്വം നൽകാൻ ഇരിക്കുന്നത് മാത്യു സാറിനെയാണെന്നാണ് തീരുമാനിച്ചത്. എത്രയും സ്നേഹത്തോടെ ദൈവനാമത്തിൽ മാത്യു സാറിനെയും സ്വപ്ന മേഡത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇവിടുത്തെ ഈ അംഗങ്ങളെയും സ്നേഹത്തോടെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വൺഡേ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. എത്രയും സ്നേഹത്തോടെ എല്ലാ സഭയിലും കുഞ്ഞുങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ അധ്യാപകരുണ്ട്, പേരൻസ് ഉണ്ട്. എല്ലാവരും ഒറ്റ നാമത്തിൽ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ചേർച്ചോട് ഇടവകയിലെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ ഈ സഭയിലെ എല്ലാ കൈക്കാരന്മാർ, സെക്രട്ടറി എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു. ഞാൻ മുമ്പ് ഓർമ്മിച്ചിരുന്നല്ലോ, ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ട സമയത്തൊക്കെ ഞാൻ അറിയാതെ തന്നെ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എന്നെ ചിൽഡ്രൻസിന് അവിടുത്തെ കുട്ടികളുടെ ചുമതലയൊന്നും ഏൽപ്പിക്കരുത്. അതിനൊരു കാരണം, കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ അതിന് പ്രത്യേക താലന്തുള്ള കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കഴിവുകളൊന്നും ഉള്ളതായി എനിക്ക് സ്വയം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ കടന്നു വരാൻ വിമുഖത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ ജില്ലയിലെ അധ്യാപകരും അതുപോലെ തന്നെ ചെയർമാൻ അച്ഛനും മറ്റു വൈദികരും സഭാ ശുശ്രൂഷകളും ഒക്കെ എനിക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവും തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിൻ്റെ ഒരു വലിയ തെളിവാണ്, കഴിഞ്ഞ വർഷം നമുക്ക് മഹാനഗര തലത്തിൽ നമ്മുടെ ജില്ലയിലെ സൺഡേ സ്കൂളിനാണ് 1ാം സ്ഥാനം നേടാൻ ഇടയായി തീർന്നത്. അതിന് ഏറ്റവും പ്രധാനം കുട്ടികളുടെ ഒരു സഹകരണം തന്നെയാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ ചാർട്ട് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ചിൽഡ്രൻസ് ക്യാമ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുട്ടികൾ വന്നു. അതുപോലെ അധ്യാപകരുടെ ട്രെയിനിങ് പ്രോഗ്രാം മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ആണ് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരുടെ പ്രോഗ്രാം. വളരെയേറെ പണിപ്പെട്ടാണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഇവിടുത്തെ ചർച്ച കമ്മിറ്റി അതുപോലെ ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകരും വേറെ പരിശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എല്ലാവരോടുമുള്ള കൃതജ്ഞത ഞാൻ എൻ്റെ അസോസിയേറ്റ് സെക്രട്ടറി എന്നുള്ള പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ അധ്യക്ഷ പുസ്തകത്തിൽ നിന്ന് വിരമിക്കുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അവരുടെ അപ്പന്മാരെയും അമ്മമാരെയും കയ്യിലെടുക്കുക. അതാണ് പലപ്പോഴും ഞങ്ങളെ ഒരു
ശുശ്രൂഷയുടെ വിജയം എന്ന് പറയും. റോഷിച്ചേട്ടാ ഈ റെസ്റ്റും ശരിയായിരിക്കും, അതുവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, എനിക്ക് $70 വേണം. അന്ന് വൈകിട്ട് സ്കൂളിൽ പോയി മടങ്ങി കുത്തിക്കാൻ പറഞ്ഞു, പപ്പ മമ്മി എനിക്ക് $70 വേണം. അപ്പോഴാണ് പപ്പയ്ക്ക് മമ്മിക്ക് മനസ്സിലായത് റയാൻ ഇത് വിട്ടിട്ടില്ല, അവൻ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായി. അങ്ങനെ എത്തപ്പോഴത്തേക്ക് പറഞ്ഞു, ഈ ഒരു പണി ചെയ്യാം, വീട്ടിലെ ഓരോരോ പണി ചെയ്തു, നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനിത് വീട്ടിലെ പണി ചെയ്യാനായിട്ട് തുടങ്ങി. ജനൽ തുടച്ചാൽ ഇത്ര രൂപ, മുറിയിൽ അടിച്ചു വാരിയാൽ ഇത്ര രൂപ, മറ്റ് പണികൾ ചെയ്താൽ ഇത്ര രൂപ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ തുക തന്നേക്കാന്ന് അവൻ്റെ മമ്മി പറഞ്ഞു. എന്നിട്ട് കുറേ പയ്യെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനാണ് തുടങ്ങി. ജനൽ തുടയ്ക്കാൻ തുടങ്ങി, പിന്നെ മുറികൾ അടിച്ചു വാരാൻ തുടങ്ങി. എത്ര വയസ്സുണ്ട് അറിയാനും? നിങ്ങളാണ് എന്ത് ചെയ്യും? മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുമോ? ഇല്ല, റിയ ഭയങ്കര സീരിയസ് ആയിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ഓരോരോ പണികൾ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വെല്ലുപ്പച്ച പറഞ്ഞു, പപ്പയുടെ ഗ്രാൻഡ് പാ പറഞ്ഞു, ഒരു പണി കരകൗശലം ഉണ്ടാക്കുന്ന ഒരു പൈമരത്തിൻ്റെ കായുണ്ട് അവരുടെ വീടിനടുത്ത്, നീ ആ കാ പറക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തന്നേക്കാന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്തു? വെല്ലുപ്പനെ സഹായിക്കാനായിട്ട് പൈമരത്തോട്ട് ചെന്ന് അവിടെ നിന്ന് കായകളെല്ലാം പറിച്ചു കൊണ്ടുവന്നു. അവൻ സത്യസന്ധനാണ് ചേലച്ചോട് ജില്ലയിലെ കുട്ടികളെന്നതിക്ക് വീണ്ടും നിങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പ് കുളമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, മനസ്സിലായോ? കുളമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചില ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഇന്നത്തെ ക്യാമ്പ് ബോറാക്കണം, നശിപ്പിക്കണം, എന്താ പിള്ളേരൊക്കെ ഇന്ന് ഉറങ്ങണം, വർത്തമാനം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും കൂടെ വേറെ ഉറക്കപ്പെട്ട് നമ്മൾ അവരെ അടിച്ച് ഓടിക്കാൻ പോവാം. അവരെ ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വരുള്ളൂ, ക്യാമ്പ് നടത്താൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുകയും ഞങ്ങൾ കാണിക്കുന്നത് കാണിക്കുകയും ഞങ്ങൾ പറയുന്ന പോലെ ഉറക്കെ പറയുകയും ചെയ്യണം. പിടിക്കില്ലോ? കൈയുണ്ടല്ലോ? രണ്ട് കൈ എടുത്ത് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ. എനിക്കെങ്ങനെയാണ് സാത്താണ്ട്, അയ്യോ ചാച്ചിന്റെ അല്ലടാ, സാത്താണ്ട് ഉറക്കെ, സാത്താണ്ട് ഉറക്കെ, സാത്താണ്ട് അടിച്ച് ഇടിച്ച് തലയെ കളയുന്ന അടിക്കാൻ അവർക്ക് മടിക്കാം. കാരണം കൂട്ടുകാരനല്ലയോ? ആര് ആദ്യം പറഞ്ഞ ആളെ കൂട്ടുകാരനെ മുദ്രയ്ക്ക് തെറ്റല്ലയോ? ഒരു ചെറുതടി അടിക്കുന്നത് വേദനിപ്പിക്കാതെ അടിച്ച് ഇടിച്ച് അല്പയുടെ ശബ്ദത്തോടെ കുഴപ്പമില്ല. അത് ചിരിക്കുന്നുണ്ടോ? ചവിട്ടിട്ടില്ല, കാരണം അവരുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു. ചവിട്ടിപ്പിക്കും. ഓടി പോയിട്ടുണ്ട്, ഇടുക്കി കുയിലുമല ചെന്നുണ്ട്. അവിടെ നമ്മൾ ദൈവത്തിനൊരു നന്ദികര ഒരു ലംബ ഹല്ലേലൂയ പറഞ്ഞ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ആരംഭിക്കുകയാണ്. എന്താ ഹല്ലേലൂയ? ലംബ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കൈകളും ഉയർത്തി നിങ്ങൾക്ക് എത്രമാത്രം ശബ്ദമുണ്ടോ അത്രമാത്രം ശബ്ദമെടുത്ത് ഇങ്ങനെ വിറപ്പിക്കണം. മീശയിൽ വിറപ്പിക്കുന്നത്, കൈയൊക്കെ മൂക്കത്തിൽ വിറപ്പിക്കണം, കൈ വിറപ്പിക്കുന്നത്. ഇതിനാണ് ലംബ ഹല്ലേലൂയ, നീട്ടമുള്ള ഹല്ലേലൂയ. മനസ്സിലായല്ലോ? യെസ്, നമുക്ക് ആദ്യം കൈ ഉയർത്താതെ എന്നോട് പറഞ്ഞു നോക്കാം. എന്നാ പറഞ്ഞത്? നീളമുള്ള ഹല്ലേലൂയ പറയാൻ പോവാണ്. എത്രമാത്രം ശബ്ദമുണ്ട് അത്രമാത്രം ശബ്ദം നമ്മള് ഹല്ലേലൂയ പറയാൻ പോവാണ്. ആദ്യം ആക്ഷൻ വേണം. ഹല്ലേലൂയ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹല്ലേലൂയ
ഞാൻ വയസ്സനായി പോയി. നിങ്ങൾക്ക് ശക്തി മനസ്സിലായാലോ? എല്ലാവരും ചില ടീച്ചർമാരൊക്കെ കേട്ടോ. അതുകൊണ്ട് കൈ വർത്തിയാ വിറപ്പിക്കണം. ഇവിടെ എല്ലാവരും ഇങ്ങനെ അല്ലെന്നേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ല, ഇങ്ങനെ. One, two, three, start. ശരി, നമ്മൾ ഇനി ഒരുമിച്ച് പാടാം. അടുത്ത് വളരെ ജുമ്മ കുമ്മ ജുമ്മ പാടിക്കോട്ടെ. പഠിക്കേ പെട്ടെന്ന് പഠിച്ചു. ശക്തിയൊന്നുമില്ല മക്കളെ. ഞങ്ങള് കുറേ വർഷങ്ങള്, അതായത് ഒരു 2010 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹൈറേഞ്ചിന് എഴുകുമ്പയിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്തായിരുന്നു. ആ സമയത്തൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ചേലച്ചോട് പള്ളി ഞങ്ങൾ കാണും, വലിയ സന്തോഷമാണ്. ഒരിക്കൽ പോലും ഈ പള്ളിയിൽ വരാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ചേലച്ചോട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട് എന്നൊക്കെ പോകുന്ന വഴിക്ക് കണ്ടതല്ലാതെ കാണാൻ കയറി വരാനായിട്ടുള്ള സാഹചര്യം ഒരിക്കലും ലഭിച്ചിട്ടില്ല. അത്ര വർഷത്തിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഈ 2025 ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നത്. ദൈവത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം ഞങ്ങളെ വിളിച്ചു. നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ബഹുമാനമുള്ള അച്ഛന്മാർ വിളിച്ചപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. കുട്ടികൾ കടന്നു വരണമെന്ന് ഈ സൺഡേ സ്കൂളിലെ ഈ മൺഡേ ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കും. കാലാവസ്ഥയൊക്കെ നല്ലതാക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഓ ഞങ്ങൾക്ക് മഴയായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കാൻ പോവാണ്. ചിലപ്പോൾ അമ്മച്ചിമാർ പറയും, മോനെ അവിടെ മഴയല്ലേ പോകണ്ട. ചിലർ പുതച്ച് ഒന്നും കൂടി മൂടി കിടക്കും, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെ കിടക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? മഴയൊക്കെ മാറ്റി വെക്കണേ യേശുവിച്ചാൽ പ്രാർത്ഥിച്ചു. എനിക്ക് അറിഞ്ഞൂടെ ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നു, പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുതൽ കണ്ട് നല്ല വെയിൽ ദൈവം തന്നു. എന്തിനാ? നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. കിടങ്ങുകൾ അവര് കുഴിക്കുമായിരുന്നു. കിഴങ്ങല്ല, കിടങ്ങ്. കിടങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ആഴമുള്ള കുഴി ഇവരെ കുഴിച്ചിട്ട് ആ കുഴിയിലെയും വെള്ളം നിറയ്ക്കും. ഈ വെള്ളത്തില് മുതലെ ഇടും, പാമ്പിനെ ഇടും, വിഷ ഉള്ള ജലജീവികളെ ഇടും. കാരണം എന്താണ്? ഏതെങ്കിലും വ്യക്തികൾ ഈ വെള്ളത്തിലൂടെ നീന്തി വന്ന് രാജാവിനെ, ചക്രവർത്തിയെ ആക്രമിച്ചാൽ അവരെ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വലിയ സ്രാവുകളെ, തിമിംഗലത്തെ, മുതലകളെയൊക്കെയും ഇതിൻ്റെ അകത്ത് ഇടുമായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്യും? ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോട്ടയ്ക്ക് എന്നിട്ട് അറിയാവോ, ഒരു 2 ഗേറ്റ് ഉണ്ട്. അതിൽ ഒന്ന് ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാതിലുണ്ട്.
ഇത് ചെറിയ വാതിലല്ല, ചവിട്ടിയാലോ തീ വെച്ചാലോ കുന്തം വെച്ച് കുത്തിയാലോ ഒന്നും ഈ മരം കൊണ്ടുണ്ടാക്കിയ കതക് പോകത്തില്ല. അത്രമാത്രം ശക്തിയുള്ള സ്ട്രോങ് ഉള്ള പലക കൊണ്ടുള്ള ഗേറ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഈ രാജാക്കന്മാർക്ക്, ചക്രവർത്തിമാർക്ക്, ഇവരുടെ വേലക്കാർക്ക്, ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇവിടേക്ക് കയറണമെങ്കിൽ ഈ കിടങ്ങിന് മുകളിലൂടെ പോകാൻ വേണ്ടി വലിക്കുന്ന ഒരു പാലമുണ്ടായിരുന്നു. യാത്ര ചെയ്ത ശേഷം ആ പാലം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കുള്ളിൽ ആർക്കും കയറാൻ പറ്റത്തില്ല. ആരെങ്കിലും ആക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ വീഴും, മുതല എന്ത് ചെയ്യും? തിന്നും, കടിക്കും, പിടിക്കും. അതുകൊണ്ട് ഈ കിടങ്ങിന് ചുറ്റും ഈ കിടങ്ങിന് മുകളിൽ കൂടെ പോകാൻ, യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വലിച്ചു മാറ്റാവുന്ന ഒരു എന്തുണ്ടായിരുന്നു? ഒരു പാലമുണ്ടായിരുന്നു. വീണ്ടും കാണുന്നു. അത് മാത്രമല്ല, ഈ തടി കൊണ്ടുണ്ടാക്കിയ ഗേറ്റിന് പുറത്ത് അയൺ ഗേറ്റ്, ഇരുമ്പ് കൊണ്ട്, ശക്തിയേറിയ ഇരുമ്പ് കൊണ്ട് ഉള്ള വേറൊരു ഗേറ്റും കൂടെ ഉണ്ടായിരുന്നു. ഈ ഗേറ്റ് പെട്ടെന്ന് എടുത്തു വെച്ചണം, മുറിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തില് അതിശക്തമേറിയ കാഠിന്യമേറിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഗേറ്റും ഉണ്ടായിരുന്നു. അതും കൂടെ തന്നെ എന്ത് ചെയ്തു? ഈ ഗേറ്റിനോട് കൂടെ തന്നെ അവിടെ താമസിക്കാനായിട്ട് എന്ത് ചെയ്തു? ചുറ്റും വാച്ച് ടവറുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വേലക്കാർക്ക്, അല്ലെങ്കിൽ പട്ടാളക്കാർക്ക്, കാവൽക്കാർക്ക് താമസിക്കാനുള്ള കാവൽ പുരകളും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യും? ഈ കാവൽക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും. ദൂരെ ശത്രുക്കൾ വരുന്നുണ്ടോ, അമ്മാരെന്താണ് ചെയ്യുന്നറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവിടെ വാച്ച് ടവറുകളിൽ പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ വലിക്കുമായിരുന്നു, കള്ള് കുടിക്കുമായിരുന്നു, ചാരായം കുടിക്കുമായിരുന്നു. ഇന്നതൊക്കെ മാറി. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളെ ക്ലാസ്സിൽ MDMA പോലെയുള്ള മാരകമായ ലഹരി കഴിച്ച് അടിച്ച് കിറുങ്ങി ക്ലാസ്സിൽ വന്നിരിക്കും. ഈ സ്വപ്ന ടീച്ചർ പ്ലസ് 2 പഠിക്കുന്ന ടീച്ചറാ കഴിഞ്ഞ ഒരു സ്കൂളിൽ പഠിച്ചു താമസിച്ച് അവരെന്ന് ഞാൻ ചോദിച്ചു എന്താ താമസിച്ച് പറയാ, എൻ്റെ ക്ലാസ് എടുത്ത് പെപ്പർ സ്പ്രേ അടിച്ചു എന്ന്. പെപ്പർ സ്പ്രേ, കുരുമുളക് സ്പ്രേ അടിച്ചു. പിന്നെ ചിലവന്മാർ എന്ത് ചെയ്തു? MDMA പോലുള്ള മാരക ലഹരിയൊക്കെ വായി വെച്ച സ്കൂളിൽ വരുന്നത്. നമ്മുടെ സ്കൂളിലുണ്ടേ, സ്കൂളിൽ പോയിട്ട് ബീഡി വലിക്കുന്ന ചെക്കന്മാർ നമ്മുടെ വീട്ടിലുണ്ട്. ബീഡിക്കകത്ത് കഞ്ചാവ് വെച്ച് വലിക്കുന്ന ചെക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഗുളിക കഴിക്കുന്ന കൂട്ടുകാരുണ്ട്. എന്താ, പല വിധത്തിലുള്ള ലഹരികൾ നമുക്ക് കിട്ടാറുണ്ട്. ഈ ഡ്രഗ്സ് ഇടയാക്കുന്നത് മാത്രമല്ല, ഈ കഞ്ചാവൊക്കെ അടിച്ചു കഴിയുമ്പോൾ അറിയാമോ, ടീച്ചറിനെ 2 തെറി വിളിക്കാതെ തോന്നും. ക്ലാസ്സിൽ അധ്യാപകന്മാരെ വെല്ലുവിളിക്കാൻ തോന്നും. ഇത് കള്ളൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്തു? അച്ഛനെ 2 തെറി വിളിക്കാനൊക്കെ തോന്നും. കഴിഞ്ഞ ഞങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അതൊരു ചെറിയ മാജിക് ഷോ കാണിച്ചപ്പോൾ ഒരു കള്ളുകുടിയും വന്ന് ഒരു ചെറിയ ഷോയൊക്കെ ഇറങ്ങി. കാരണം എന്താ, ഇതങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല, ഞാൻ വലിയ ആളായെന്ന വിചാരം. നോക്കിയേ, തെറ്റായ ചിന്തകൾ. ഞാൻ വലിയ ആളാണ്, എല്ലാവരും ഇടിച്ച് തകർക്കാനൊക്കെ ചിന്തകളൊക്കെ നമുക്ക് ഹൃദയത്തിൽ വരും. അപ്പോൾ തെറ്റായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞു ഹൃദയത്തെ ശത്രുവായ സാത്താൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഇത് ഡ്രഗ്സിലൂടെ ആയിരിക്കും. ചുറ്റും ചില വാച്ച് ടവറുകളുണ്ട്. അവിടെ വന്ന പട്ടാളക്കാരെ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഉറങ്ങിയല്ല, അങ്ങനെ ഇടിയൊന്നും കൂടത്തില്ല. എന്നിട്ട് അറിയാമോ, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കും. എന്ത്, ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ, കിടങ്ങിൻ്റെ അപ്പുറത്ത് വരുന്നുണ്ടോ, എങ്ങനെയെങ്കിലും കോട്ട നുഴഞ്ഞു കയറി വരാൻ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് വളരെ ജാഗ്രതയോടുകൂടി പട്ടാളക്കാർ ഇങ്ങനെ കാവൽ നിൽക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, സകല ജാഗ്രതയോടുകൂടി എങ്ങനെയാ ശത്രുവായ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇത് ഒരു പക്ഷേങ്കിൽ പ്രേമത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ലഹരിയുടെ രൂപത്തിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഒത്തിരി പണം നമുക്ക് ലഭിക്കുന്ന ദ്രവ്യാഗ്രഹത്തിലൂടെ ആയിരിക്കാം. നമ്മളെ നശിപ്പിക്കാൻ ആവശ്യമുണ്ട്. എന്താ, പ്രേമം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി എന്ത് ചെയ്തു? കൊട്ടേഷന് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, കഞ്ചാവ് വിൽക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യം ചെയ്യുന്ന സ്വഭാവങ്ങൾ നമുക്കുണ്ട്. നമ്മളിതിനാം നമ്മുടെ ശത്രു ഏതാണ്? നമ്മുടെ ശത്രു ആരാണ്? എതിലെയാണ് ശത്രു
നമ്മളെ ആക്രമിക്കാൻ, നശിപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ, ദൈവം വസിക്കുന്ന യേശു കർത്താവ് രാജാവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കാൻ വരുന്നത് വളരെ ജാഗ്രതയോടുകൂടി ചെയ്യണം. നമ്മൾ വാച്ച് ചെയ്യണം. ഒന്ന്, വാച്ച് യുവർ എനിമി. ഒന്ന് പറഞ്ഞേ, എനിമി എന്ന് പറഞ്ഞാൽ ശത്രു. വാച്ച് എന്തിനാ? വാട്സാപ്പിലൂടെ, വാട്സാപ്പിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഗൂഗിളിലൂടെ വേണ്ടാത്തതായ ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ ഹൃദയത്തിൽ നമുക്ക് പ്രലോഭനം ഉണ്ടാകാറുണ്ട്. ശത്രുവായ പ്രലോഭിപ്പിക്കാറുണ്ട്. കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുവാൻ കർത്താവേ എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ ഇന്ന് തീരുമാനിക്കുക, ഇന്ന് ഞാൻ എൻ്റെ കണ്ണാതെ ഗേറ്റിനെ അടയ്ക്കാൻ ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങേക്കിഷ്ടമില്ലാത്ത കാര്യം കാണാതിരിപ്പാൻ എൻ്റെ കണ്ണിനെ അടയ്ക്കാൻ നീ എന്നെ സഹായിക്കണം. 2, യേശുവേ, അങ്ങേക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതെ വണ്ണം എൻ്റെ കാതാകുന്ന ഗേറ്റിനെ അങ്ങ് അടയ്ക്കാൻ എന്നെ സഹായിക്കണേ. മനസ്സിൽ പറഞ്ഞാൽ ഇത് വല്ലാത്ത കാലമാണ്. ഈ വല്ലാത്ത കാലത്ത് നേരെ ചൊവ്വ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണം. അങ്ങ് വസിക്കുന്ന എൻ്റെ ഹൃദയമാകുന്ന കോട്ടയെ ജാഗ്രതയോടുകൂടി സൂക്ഷിപ്പാൻ അങ്ങനെ സഹായിക്കണം. യേശുവേ, തെറ്റായ കാര്യങ്ങൾ കാണാതെ വണ്ണം എൻ്റെ കണ്ണിനെ അടയ്ക്കുവാൻ, തെറ്റായ കാര്യങ്ങൾ കേൾക്കാതെ വണ്ണം എൻ്റെ കാതിനെ അടയ്ക്കുവാൻ, തെറ്റായ കാര്യങ്ങൾ സംസാരിക്കാതെ വണ്ണം എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ വണ്ണം എൻ്റെ കൈകളെ നിയന്ത്രിക്കുവാൻ, തെറ്റായ വഴിയിൽ നടക്കാതെ വണ്ണം എൻ്റെ കാലുകളെ നിയന്ത്രിക്കുവാൻ എന്നേതാ ഈ പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്ഷണിക്കുന്നു. സ്നേഹമുള്ള വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ചേലച്ചോട് ജില്ലാതല അണ്ടർ സ്കൂളിൻ്റെ വാർഷിക കോൺഫറൻസ് ഇവിടെ അതിന് സമാപനം കുറിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു സുദിനമായിരുന്നു ഇന്ന്. എനിക്ക് ഇന്ന് രാവിലെ ഒരു പ്രോഗ്രാം എഴുതുകൊണ്ട് തിരക്കിട്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ മുതൽപറ്റം വരെ പോയിരിക്കുകയായിരുന്നു. എനിക്ക് രാവിലെ മുതൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഓൺ ദ വെയിലൊക്കെ കാണുകയും തിരിച്ചു വരുമ്പോൾ കാണുകയും ചെയ്തു. വളരെ സന്തോഷകരമായ ഒരു കോൺഫറൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ മാത്യു സ്വാമി സാറും സ്വപ്ന ടീച്ചറും കുഞ്ഞുങ്ങളും കുഴിയനാലിൽ നിന്ന് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ചേർന്ന് വളരെ സന്തോഷകരമായ രീതിയിൽ ഈ പ്രോഗ്രാം വളരെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ദുർഘടമായ ഒരു കാര്യം കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ശിശുക്കളായി മാറുകയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പോലെ ചിരിക്കുവാനും കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുവാനും കുഞ്ഞുങ്ങളെ പോലെ ഇടപെടുവാനും ഒക്കെ സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. വളരെ അർത്ഥവത്തായ രീതിയിൽ ഇന്നത്തെ കോൺഫറൻസ് ഞങ്ങളുടെ ഇത്രയും കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയുള്ള കുഞ്ഞുങ്ങൾ 150ഓളം പേര് നമ്മൾ ഈ ദേവാലയത്തിൽ കൂടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അധ്യാപകരുമായിട്ട് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് മാത്യു സ്വാമി സാർ വളരെ പരിചിതമാണ്. നേരത്തെ തന്നെ പല പ്രോഗ്രാമിൽ ഒക്കെ നേരത്തെ തന്നെ അദ്ദേഹവും സ്വപ്ന ടീച്ചറും ഒക്കെ വന്ന പല പ്രോഗ്രാം സംബന്ധിച്ചിട്ടുണ്ട്. CFൻ്റെ മിനിസ്ട്രിയുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസം ജൂബിലിയൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ തിരക്കുള്ള മധ്യത്തിലാണ്. നമ്മൾ കുഴിയനാല് ജൂബിലി ഇന്നലെ ഞങ്ങൾ സമാപിച്ചേ ഉള്ളൂ. തിരക്കിയുടെ പ്രോഗ്രാമിൻ്റെ മധ്യത്തിൽ ആണ് നമുക്ക് ഇങ്ങനെ അദ്ദേഹം ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് ഇവിടെ വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു വാക്ക് നന്ദി പറയുവാനും ഒക്കെ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ വളരെ ക്വാളിറ്റേറ്റീവായ പല പ്രോഗ്രാമുകൾ നമുക്ക് കാണേണ്ടത്. പാട്ടുകളൊക്കെ ഒരു നന്നായിട്ട് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളങ്ങനെ AI യുഗത്തിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ
യുഗത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് സംവേദിക്കുവാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാറും ടീച്ചറും ഒക്കെ അസാന്തമായ പരിശ്രമം. ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഓർക്കുകയായിരുന്നു. നിസ്സാരമായ കാര്യമല്ല. അത് നല്ല ട്രെയിനിങ്ങും പ്രാക്ടീസും അനുഭവസമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മുതിർന്നവരോട് ദൈവവചനം പറയുന്നതൊന്നും വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ട്രെയിനിങ്ങും പ്രാക്ടീസും ആവശ്യമുള്ളത്. അതുകൊണ്ട് ആ ഒരു അവസരം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ ജില്ലയുടെ പേരിൽ ബഹുമാനപ്പെട്ട മാത്യു സാറിനോടും സ്വപ്ന ടീച്ചറിനോടും കുഞ്ഞു പോലെ 2 പേരെ കുഞ്ഞുങ്ങളും പിന്നെ വന്ന നമ്മുടെ ഈ പ്രിയ കുഞ്ഞുങ്ങളിവരൊക്കെ ഭാവിയിൽ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം അവരെ ഒരുക്കുന്നത് ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. ഒരു തലമുറ മാറിപ്പോകുമ്പോൾ അടുത്തൊരു തലമുറ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മിനിസ്ട്രിയാണ് ഏറ്റവും ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി. ഒരു കുഞ്ഞിനെ നേടുന്നത് ഒരു സമൂഹത്തെ നേടുന്നതിന് തുല്യമാണ്. ഒരു കുഞ്ഞിനെ നേടാൻ കഴിയുന്നതാണ് സമൂഹത്തെ നേടുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും മഹത്തരമായ ശുശ്രൂഷയാണ് കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷ. അത് നിർവഹിക്കാനായിട്ട് സാറിൻ്റെയും ടീച്ചറിൻ്റെയൊക്കെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇങ്ങനെ സമയം മാറ്റി വയ്ക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈശോ എന്ന മഹാണിക്ക് ലഭിച്ചൊരു വരദാനമാണ്. മാത്യു സാർ നേരത്തെ പല ദേവാലയങ്ങളൊക്കെ ഞങ്ങൾ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പല ജില്ലകളിലുമൊക്കെ ആയിട്ട് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ തിരക്കിട്ട ഈ കാലഘട്ടത്തിൽ വളരെ തിരക്കിൻ്റെ മധ്യത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പാട്ടുകളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ മധ്യത്തിൽ വന്ന് മനോഹരമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് ചെയ്തതായ ബഹുമാനപ്പെട്ട മാത്യു സാറിനോട് നന്ദി അറിയിക്കട്ടെ. അതുപോലെ സ്വപ്നടിക്കുന്ന നന്ദി അറിയിക്കുന്നത് വന്ന കുഞ്ഞുങ്ങളോടെല്ലാം ഓരോരുത്തരോടുള്ള ഞങ്ങളുടെ പേരിലുള്ള സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ജില്ലയുടെ പേരിൽ അറിയിക്കുന്നു. ജില്ലയിൽ 18 പള്ളികളുണ്ട്. എല്ലാ പള്ളികളിലും സൺഡേ സ്കൂളുണ്ട്. ചെറുതോ വലുതായ സൺഡേ സ്കൂളുണ്ട്. ആ സൺഡേ സ്കൂളിൽ നിന്ന് കടന്നു വന്ന ഈ വാത്സല്യത്തിലായ കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളുടെ പേരിലും സന്നിഹിതരായിരിക്കുന്ന അധ്യാപകരുടെ പേരിലും വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ പേരിലും അതുപോലെ തന്നെ നമ്മളെ ഇവിടെയുള്ള ജില്ലാ ഭാരവാഹികളുടെ പേരിലും സഭാ ശുശ്രൂഷയിൽ അച്ഛന്മാരെയും വിദേശിമാരെയും വാഞ്ചിഷ്മാരുടെ പേരിലും ഒക്കെ ഉള്ളതായ നിശ്ചയമായ നമ്മുടെ സ്നേഹത്തിൽ ഞങ്ങൾ ജില്ലയുടെ പേരിൽ അറിയിക്കുന്നു. വരുന്ന വർഷവും ഇങ്ങനെയുള്ളതായ കൂട്ടായ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒക്കെ നിറവേറ്റാനായിട്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താണ് പിരിയുന്നത്. ഒരു ഫോളോ അപ്പ് സെക്ഷനെങ്കിലും നടത്തണമെന്നുള്ള ആഗ്രഹമൊക്കെ നമുക്കുണ്ട്. പക്ഷേ പല പ്രോഗ്രാമുകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനൊരു ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ വർഷമെങ്കിലും നമുക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഹാഫ് ഡേ ഒരു ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇതൊക്കെ ഒരു വൈബ്രൻ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പല പ്രോഗ്രാമുകൾ കയറി വരുന്നുണ്ട്. എല്ലാ സംഘടനകളുടെ പ്രോഗ്രാം ജില്ലാലത്ത് വരുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന് സമയം ലഭിക്കാത്തതുകൊണ്ടാണ് ഈ വർഷമായിട്ടുള്ള ചില ആലോചനകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്. അതിന് കുഞ്ഞുങ്ങളെയൊക്കെയും സഹകരണവും പ്രാർത്ഥനയും അധ്യാപകരെ സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് 1-2 പേരെയും കൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജെയ്സൺ അച്ഛന് വളരെ നല്ല ലീഡർഷിപ്പാണ് നമ്മുടെ ജില്ലയിലെ സൺഡേ സ്കൂൾ നൽകുന്നത്. അച്ഛനും അവിടെ ഒരു ദേവാലയ നിർമ്മാണത്തിൻ്റെ തിരക്കാണ്. ഉപ്പുതോട് ദേവാലയ നിർമ്മാണത്തിൻ്റെ കളക്ഷനും യാത്രകളും ഒക്കെ ആയി നിരന്തരമായിട്ട് തിരക്കുകളുടെ മധ്യത്തിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അച്ഛനും കൊച്ചമ്മയും അല്ലെങ്കിൽ മോളും കൂടെ ചേർന്ന കുടുംബം അവിടെ തന്നെ അച്ഛനും മാതാവുണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന കുടുംബം വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ ഈ കോൺഫറൻസ് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. ഈ വർഷം അത് ക്രമീകരിക്കാനായിട്ട് ജെയ്സൺ അച്ഛന് പ്രത്യേകമായി കുടുംബമായി കാണിച്ച എല്ലാ താല്പര്യത്തിനും പ്രത്യേകമായ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് സജിത ഒരു നഴ്സറി അങ്കണവാടി അധ്യാപികയാണ്. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് വളരെ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് മാറാനായിട്ടൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ സാരമില്ല, തുടരെ നമുക്ക് ഉള്ള സപ്പോർട്ട് തരാം. അങ്ങനെ ആ സജിതയുടെ കൃത്യമായ താല്പര്യത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരുന്നത്. സജിതയോട് തന്നെ അറിയിക്കട്ടെ. കൂടെ ഷിജി, അങ്ങനെ ഒരു സംഘം ടീമുകളുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ കോൺഫറൻസ് വിജയപ്രദമായത്. വളരെ അത്ഭുതകരമായ കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ ജില്ലാതലത്തിലുള്ള സാമ്പത്തിക ഫണ്ടെന്നൊക്കെ പറഞ്ഞ മിച്ചം വളരെ 1300 രൂപ എങ്ങോട്ട് വെച്ചാണ് നമ്മൾ ആരംഭിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, എങ്കിലും ഒരു വിശ്വാസമാണ്. കാരണം കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയാണ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ. ദൈവമായിട്ട് തീർച്ചയായിട്ടും ദൈവം വരെ നടത്തുമെന്നുള്ളതായ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ പ്രതീക്ഷയേക്കാൾ അപ്പുറമായ സാമ്പത്തിക ദൈവം നമുക്ക് തന്നു. ഒരു മിച്ചത്തിലാണ് നമ്മുടെ കോൺഫറൻസ് ഈ ഒരു കോൺഫറൻസ് അവസാനിക്കുന്നത്. വലിയ കരിമ്പൻ സഭാഗമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിന് 2 തരത്തിലുള്ള മൊമെന്റോ തയ്യാറാക്കി നൽകുകയാണ്. അത് സ്വീകരിക്കാനായിട്ട് ഭാവിയായി ബിജു വലിയ
റൈറ്റിനുള്ള നാഷണൽ അവാർഡാണ് അതാണ് പറഞ്ഞത്. നമ്മളെ അക്ഷര നമ്മൾ എഴുതിയല്ലേ എല്ലാം ഹാൻഡ് റൈറ്റിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ കുഞ്ഞാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ അപ്ലോസ് ഉണ്ട്. ഔദ്യോഗികമായി തന്നെ പ്രകാശിപ്പിക്കാൻ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറി സമയമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും വ്യത്യാസം എല്ലാവർക്കും പോകാൻ ധൃതിപ്പിടിച്ചായിരിക്കുകയാണ്. എങ്കിലും ഔദ്യോഗികമായിട്ട് നമുക്ക് നന്ദി പറയാനായിട്ടുള്ളത് അതുകൊണ്ടാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഔദ്യോഗികമായിട്ട് നന്ദി പ്രകാശനങ്ങളുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വൺഡേ കോൺഫറൻസ് വളരെ ഭംഗിയായി നടത്തണമെന്ന് നമ്മൾ നേരത്തെ കമ്മിറ്റിയൊക്കെ കൂടിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് പ്രകാരം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ക്രമീകരിച്ച് ഓരോ സഭയിലായിട്ട് നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് യൂത്തിൻ്റെ ഒരു കോൺഫറൻസ് നടത്താനുള്ള തീരുമാനമൊക്കെ വന്നതുകൊണ്ടിരുന്ന കുട്ടികൾ പകുതി പേര് കുറയും എന്നൊരാശങ്കയൊക്കെ ആയിരുന്നു ഞങ്ങൾ. എങ്കിലും നമ്മുടെ വൈകുന്നേരത്തോടെ ആയപ്പോഴത്തെ കുട്ടികളുടെ ലിസ്റ്റൊക്കെ ഏകദേശം ഞങ്ങൾ ലഭിച്ചു. അങ്ങനെ നമ്മുടെ ഇന്ന് രാവിലെ മുതൽ 9 മണി മുതൽ 9 മണി രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10 മണി വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൺഡേ കോൺഫറൻസിൽ നമ്മുടെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത് നമ്മുടെ വട്ടായിടവ ചിൽഡ്രൻസ് ഫോറത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന റോയൽ പി തോമസനാണ്. അച്ഛൻ വന്ന് നമ്മുടെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അച്ഛൻ കടന്നുപോയി. എന്നാലും അച്ഛനെ ജില്ലാ സെക്രട്ടറിയുടെ കീഴിലുള്ള എല്ലാ ഈ സമയത്ത് അറിയിക്കുന്നു. വൈകുന്നേരത്തിലുള്ള സമയത്ത് ക്ലാസ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ആരെയാണ് നമ്മൾ വിളിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചപ്പോൾ അത് നമ്മുടെ അസോസിയേറ്റ് സെക്രട്ടറി അച്ഛനോടും ജില്ലാ സെക്രട്ടറിയോടും ഇത് പറഞ്ഞുകൊണ്ട് അച്ഛന്മാരും തന്നെ ആൾക്കാരെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരമാണ് നമുക്ക് വേണ്ടപ്പെട്ട ക്ലാസ്സിൽ വേണ്ട മാധ്യസ്ഥാനെയും സ്വപ്നീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ എടുത്തത്. ഞങ്ങൾ പുറത്ത് നിന്ന് കേട്ട് എല്ലാം ഒന്നും കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ലായെങ്കിലും വളരെ കൃത്യമായ രീതിയിലായിരുന്നു. പല സമയത്ത് ഓടി വന്ന് നോക്കി വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത രീതിക്ക് ഒരു പോരാളിയും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അവർ ക്ലാസ്സുകൾ എടുത്തു തന്നു. പാകിസ്ഥാനും സ്വപ്ന ടീച്ചറും ജില്ലാ സെക്രട്ടറി സ്കൂളിൻ്റെ പേരിലുള്ള ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ അവരുടെ കൂടെ 2-3 കുഞ്ഞുങ്ങളും കൂടെ കടന്നു വന്നായിരുന്നു. അവരുടെ പേരുകൾ അച്ഛ, ആന്റിയ, അതിഥി, ഇവ. അങ്ങനെ 4 കുഞ്ഞുങ്ങളോടെ കടന്നു വന്നിരുന്നു. കടന്നു വന്നതിനുപരിയായിട്ട് അവര് ഡാൻസ് ചെയ്ത് വളരെയേറെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ അത് ഡാൻസ് ചെയ്ത് നമ്മുടെ ഈ കോൺഫറൻസിനെ വളരെ സന്തോഷപ്രദമാക്കി. അവർക്ക് നമുക്ക് വലിയൊരു കൈയ്യടി കൊടുക്കും. പേരിലുള്ള നന്ദി സ്നേഹത്തെ ദൈവം കൊടുത്ത് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന മറ്റേ ജിന്നേഴ്സുണ്ട്, അനീഷ് സാറുണ്ട്, അവരുടെ കൊച്ചമ്മമാരുണ്ട്. അവരെയും ഒറ്റ വാക്കിൽ ശിവി സാറിൻ്റെ സാറുണ്ട്, കൊച്ചമ്മ, എല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാം ജില്ലാ സെക്രട്ടറി നന്ദി അറിയിക്കുന്നു. പിന്നെ ജോസലച്ചൻ ഞങ്ങളുടെ എല്ലാം ജയ്സലച്ചൻ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് ജില്ലയുടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ചെയർമാനായിട്ട് ഞങ്ങളുടെ ഇടവപ്പെട്ടക്കാരൻ ജോസലച്ചൻ കൊച്ചമ്മയുണ്ട്. ഏത് കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അച്ഛന്മാർ കുടുംബമായിട്ട് ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള എല്ലാവിധമായ നന്ദിയെ ഞങ്ങളെ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറി വളരെ സങ്കടമായിരുന്നു, ഭാരമായിരുന്നു. എങ്ങനെ ഈ ക്യാമ്പ് ഞങ്ങൾ നടത്തും? കാരണം അച്ഛൻ്റെതായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഭയുടെ പണികൾ നടക്കുന്നതുകൊണ്ട് അച്ഛന് വളരെ സാമ്പത്തികമായിട്ടുള്ള സമയമാണ് അവിടെ. കഴിഞ്ഞ വർഷമാണെങ്കിൽ അച്ഛൻ ഏകദേശം ഒരു 10 പൈസ അവിടെ സ്വരൂപിച്ചുകൊണ്ട് ഈ വർഷം അപ്പോൾ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, ചേച്ചി ഒരു നിർവാഹമില്ല, എന്താണ് ചെയ്യുന്നത്? ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പോകുന്ന ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മൾ വേണ്ട വിധത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് ദൈവം തരും, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് കാര്യങ്ങൾ നടത്താം, ഭംഗിയായിട്ട് നടത്താമെന്ന് പറഞ്ഞ അച്ഛനെ ഞങ്ങൾ സമാധാനിപ്പിച്ചു. അതിനുപരിയായിട്ട് ഞങ്ങളുടെ സഭയിലെ ജനങ്ങൾ എംപ്ലോയീസ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഞങ്ങൾ 2 ആഴ്ച മുമ്പ് അച്ഛനോട് പറഞ്ഞു, ജോസലിന് അച്ഛൻ വേണ്ട വിധത്തിൽ അത് പള്ളിയിൽ പരസ്യം ചെയ്തതിലുപരിയായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച വരെ വിളിച്ച് തന്നെ ഞങ്ങളെ ഇങ്ങോട്ട് അക്കൗണ്ടിലായിട്ടും ലണ്ടനിൽ ജോലി ചെയ്യുന്ന പിള്ളേർ വരെ അവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നു. അങ്ങനെ ഞങ്ങളുടെ സഭയിലെ എല്ലാ എംപ്ലോയീസും അങ്ങനെ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യം മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. നമ്മുടെ എംപ്ലോയീസിനും ഈ സഭയിലെ കമ്മിറ്റിക്കാർ അതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നമ്മുടെ സഭയിലെ എല്ലാ അംഗങ്ങൾക്ക് കൃത്യമായി ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ജോസഫ് സാർ ഞങ്ങളുടെ സഭയിലല്ല ഈ ചുറ്റുവട്ടത്ത് എന്ത് പരിപാടി നടന്നാലും അത് എല്ലാം മീഡിയയിൽ പകർത്തി യൂട്യൂബ് ചാനലിലാക്കി സാറുകൾ ഇടാറുണ്ട്. സാറിന്
രാവിലെ മുതൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സാറ് വന്നുള്ള കാര്യങ്ങളുടെ ക്രമീകരണം സാറിനും അത് കടന്നു വന്ന എല്ലാവരും അതിനുപരിയായിട്ട് ടീച്ചർമാര് പല സൗകര്യ ടീച്ചർ കുട്ടികളെ വന്ന ടീച്ചർമാര് രക്ഷകർത്താക്കളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും അതുപോലെ ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് ആരാ? നിങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് ഇന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് ഈ ക്യാമ്പിൽ നിന്ന് പകർന്ന നല്ല അംശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചർമാർക്കും മാതാപിതാക്കൾ ഒരിക്കൽ കൂടി ജില്ലാ സെൻട്രൽ സ്കൂളിലെ പേരും എല്ലാം നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുകൊണ്ട് അവരെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാൽ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ വഴികൾ ഓരോന്നും പരിശുദ്ധ പിതാവ് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ വിദ്യാഭ്യാസ മേഖലകൾ കർത്താവ് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ അവരുടെ മാതാപിതാക്കൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പരിശുദ്ധ പിതാവെ ക്യാമ്പ് നേതൃത്വം നൽകിയ കർത്താവെ മധുസാറിനെയും കർത്താവ് സുനാന്റിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ടീം അംഗങ്ങളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ നേതൃത്വം നൽകുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നന്മയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമായ പിതാവിനെ ചെയർമാനച്ഛനായിട്ടുള്ള ജോസഫിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ദൈവയുടെ കേൾക്കുന്ന പിതാവേ, ആമേൻ. ഞങ്ങളെ പിതാവേ, തിരുനാമസ്നേഹിക്കപ്പെട്ടവേ, രാജ്യം വരണമേ, തിരുസംസ്കൃതികളെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ പാവങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കാതെ പുസ്തകങ്ങളെ ഉപയോഗിക്കണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ആശീർവാദത്തിന് പദങ്ങൾ അടക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകാദൈവത്തിന്റെ അനുഗ്രഹം കൂട്ടായ്മയും പ്രേമളരെ നാം ഓരോരുത്തരോടുകൂടി ഇന്ന് നമ്മൾ ഈ ജില്ലാതല കോൺഫറൻസിൽ നമ്മൾ പഠിച്ചതായ വേദവചനത്തോടും പാട്ടുകളോടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതായ എല്ലാ ധാർമ്മിക മൂല്യങ്ങളുള്ള കഥകളോടും ആക്ഷൻ സോങ്ങും അങ്ങനെ വിവിധ കാര്യങ്ങളോടെയും നമ്മൾ കൈവരിച്ചതായ ലഭിച്ചതായ ദൈവ വചനത്തിനായിട്ട് നമ്മൾ അംഗങ്ങളായിരിക്കും നമ്മുടെ പ്രാദേശിക സഭയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോട് ജില്ലാതലത്തിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ എന്ന് പറഞ്ഞേക്കും സദാകാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ.